20 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനമാണ് പ്രവർത്തക സമിതിയുടെ പ്രധാന അജണ്ട. പൊന്നാനിയിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കുറഞ്ഞത് യോഗം വിശദമായി പരിശോധിക്കും. നേരത്തെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് എല്ലാ ബ്രാഞ്ചിൽ നിന്നും ശാഖകളിൽ നിന്നൊക്കെ വരും. എല്ലാ ജില്ലാ കമ്മിറ്റികളും കൊണ്ടുവരും. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായി ഓരോ നിയോജക മണ്ഡലത്തിലെയും കാര്യങ്ങൾ വിലയിരുത്തും. പിന്നെ എവിടെയെങ്കിലും വല്ല തകരാറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കും. പിന്നെ UDFന്റെ ഇലക്ഷനിൽ വന്നിരിക്കുന്ന കാര്യങ്ങളും ഞങ്ങൾ വിലയിരുത്തും. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ചന്ദ്രയ്ക്കെതിരെ നടപടിയെടുക്കാൻ ലീഗ് ഉന്നതാധികാര സമിതി നേരത്തെ തീരുമാനിച്ചിരുന്നു. നടപടി സംബന്ധിച്ച വിശദാംശങ്ങൾ പ്രവർത്തക സമിതി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. മുഖപ്രസംഗം പ്രസിദ്ധീകരിക്കാൻ കാരണക്കാരായവർക്കെതിരെ അന്വേഷണം നടത്താൻ ചന്ദ്രിക മാനേജ്മെന്റിനോട് നിർദ്ദേശിക്കാനാണ് സാധ്യത. പോലീസിന്റെ പ്രവർത്തനത്തിൽ മുസ്ലിം ലീഗിന് ചില ആക്ഷേപങ്ങളുണ്ട്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ വിഷയം യോഗത്തിൽ ഉന്നയിക്കും. മീഡിയ 1 കോഴിക്കോട്.